ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, എന്താ പറയുക, കുറച്ച് വിശേഷങ്ങൾ. അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. വൈകിട്ട് എന്താ പറയുക, നോമ്പ് തുറന്നു കഴിഞ്ഞ് ഇന്ന് എനിക്ക് നോമ്പുണ്ടായിരുന്നു. അപ്പോൾ നോമ്പ് തുറന്നു കഴിഞ്ഞ് പുറത്ത് പോയി. അപ്പോൾ അനിയന് നാട്ടിൽ പോകുന്നതായിട്ട് അതിൻ്റെ ഷോപ്പിങ്ങും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ കബോർഡെല്ലാം ഒന്ന് ഒരുക്കി വെക്കുക, അങ്ങനത്തെ. അപ്പോൾ ആദ്യം ഞാനൊന്ന് റെസിപ്പി കാണിക്കുക. ഒരു ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റാണ്. അപ്പോൾ ഞാനത് ഡിന്നറിന് വേണ്ടിയിട്ട് വൈകിട്ട് അതൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ ആദ്യം ഇതാ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം ചൂടായപ്പോൾ അതിലേക്ക് ഉള്ളി, ഒരു 3 ഉള്ളി അരിഞ്ഞിട്ട് അതൊന്ന് ഫ്രൈ ആക്കി മാറ്റി വെക്കണം, കോരിയെടുക്കുക. പിന്നെ ഇത് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിനേനു. അതിൽ ഉപ്പും മുളകും മഞ്ഞളും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇതെല്ലാം ഇട്ടിട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ സെയിം വെളിച്ചെണ്ണയിൽ തന്നെ ഈ ചിക്കനും ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കണം. ചിക്കനൊന്ന് ഇട്ടിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഇത് ഭയങ്കര ഈസിയാണ്. ഇതങ്ങനെ ഗ്രേവിയൊന്നും ഉണ്ടാവില്ല, ഒരു ഫ്രൈ ആയിട്ടുള്ള പോലെ ഉണ്ടാവാൻ. അപ്പോൾ ഒരു ഗ്രേവിൻ്റെ എല്ലാം കൂടെ നമുക്ക് എന്താ ഒരു വെജിറ്റബിൾ കറിയെല്ലാം ഉണ്ടാകുമ്പോൾ അതിൻ്റെ കൂടെ സൈഡായിട്ട് ചിക്കൻ പൊരിച്ചതുപോലെയെല്ലാം കൂട്ടാം. അപ്പോൾ ചിക്കൻ ഒരു ഹാഫ് ഒന്ന് കുക്കായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ഉള്ളി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഇട്ട് കൊടുക്കുക. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. ബാക്കി കുറച്ച് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ഒന്ന് ഇടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എല്ലാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് വീണ്ടും അത് അടച്ചു വെക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഈ സമയത്ത് ഇട്ട് കൊടുക്കുക, ഒരു പിടി. എന്നിട്ട് വീണ്ടും മൂടി വെക്കാം. ഇവിടുത്തെ ചിക്കനെല്ലാം ഇതാ ഫ്രൈ ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കുമ്പോൾ. മാരിനേഷനെല്ലാം സെയിം, എന്താ പറയുക, എപ്പോഴും എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ. മുളക് പൊടി, മഞ്ഞൾ, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇതെല്ലാം തന്നെ. ഇനിയിപ്പോൾ ഇത് ലാസ്റ്റ് നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള ആ ഉള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പില ഇടാം. പിന്നെ ലാസ്റ്റ് ഒരു പച്ചമുളകും കൂടി കട്ട് ചെയ്തിട്ട് ഇതിലിട്ടിട്ട് ഒന്നെല്ലാം മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടെല്ലാം തുറന്ന് നോക്കുമ്പോൾ നല്ല സ്മെല്ലും നല്ല, എന്താ പറയുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതാണ് നമ്മുടെ അടിപൊളി ഈസി ചിക്കൻ റോസ്റ്റ്, ചിക്കൻ ഫ്രൈ എന്ത് വേണമെങ്കിലും പറയാം. അങ്ങനെ ഇത് നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് കിച്ചണിൽ പിന്നെ കുറച്ച് പണിയുണ്ടായിരുന്നു. പിന്നെ ഡിന്നറിന് പിന്നെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. പിന്നെ ചിക്കനെല്ലാം ഫ്രൈ ചെയ്താണ് മാറ്റി വെച്ച് എന്തെങ്കിലും ആക്കാമെന്നുള്ള ഇതിൽ നിന്നപ്പോഴായിരുന്നു അനിയൻ വിളിക്കുന്നത്. പിന്നെ ഓൻ നാട്ടിൽ പോകുന്നതുകൊണ്ട് കുറച്ച് ഷോപ്പിംഗ്, അങ്ങനെ കാര്യമായിട്ടൊന്നും അവനങ്ങനെ ഷോപ്പ് ചെയ്യാറൊന്നുമില്ല. അപ്പോൾ പിന്നെ അവൻ്റെ കൂടെ ഒന്ന് പുറത്തേക്ക് പോയാൽ പിന്നെ ഡിന്നറും കഴിച്ചിട്ട് തന്നെ എന്തായാലും വരും. പിന്നെ എനിക്ക് നോമ്പും കൂടി ആയതുകൊണ്ട് പിന്നെ എന്താ പറയുക, കടി ഉണ്ടാക്കാനും നല്ല മടിയായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പുറത്തുനിന്ന് 2 ഉന്നക്കായും കട്ട്ലറ്റെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ എനിക്ക് പുറത്തത്തെ കടിയൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെ നോമ്പും നല്ല വിശപ്പുണ്ട്, പിന്നെ ഉണ്ടാക്കാൻ നല്ല മടിയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ആ സമയം കൊണ്ട് ഇങ്ങനത്തെ പണിയെല്ലാം എന്താ പറയുക തീർക്കാമല്ലോ എന്ന് വിചാരിച്ച്. കബോർഡെല്ലാം ഒന്ന്, എപ്പോഴെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ, ഈ സ്പൂണും കാര്യങ്ങളെല്ലാം ഉണ്ടാവുമല്ലോ. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഷൂട്ടും തിരക്കും എഡിറ്റിങ്ങെല്ലാം ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഒന്ന് വാരി വലിച്ചിട്ട പോലെ ഉണ്ടായിന്. അപ്പോൾ എല്ലാം ഒന്ന് ഇങ്ങനെ പെറുക്കി വെക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഈ കബോർഡ്, അലമാര ഇതെല്ലാം ഒന്ന് നല്ല സെറ്റായി മൊഞ്ചായിട്ട് കാണുമ്പോൾ വല്ലാത്തൊരു സമാധാനം. ഫ്രിഡ്ജ് അല്ലേ. അപ്പോൾ എന്താ പറയുക, ആ സാധനങ്ങൾ എടുക്കുമ്പോൾ കുക്ക് ചെയ്യാനും എല്ലാം നമുക്കൊരു ഇൻട്രസ്റ്റ് വരും. എല്ലാം നല്ല വൃത്തിയിൽ അടുക്കും ചിട്ടയോടുകൂടി വെച്ചാണ്ടാൽ തന്നെ. അപ്പോൾ ഇന്നിങ്ങനെ ഈ പണിയെല്ലാം എടുക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ നാളെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നീണ്ടുപോകും. അങ്ങനെ ഇതാ ബാങ്കെല്ലാം കൊടുക്കാനായി. അങ്ങനെ നോമ്പ് തുറയും കഴിഞ്ഞ് നോമ്പ് തുറന്ന് നിസ്കരിച്ചിട്ട് പിന്നെ ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാ ചായയും പിന്നെ കട്ട്ലറ്റും ഉന്നക്കായും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിക്കുമ്പോൾ തന്നെ പിന്നെ വയറ് ഫുള്ളായി. അതുകൊണ്ട് ഡിന്നർ ഭയങ്കര ലേറ്റായിട്ട് എന്തെങ്കിലും ലാസ്റ്റ് കഴിക്കാമെന്ന് പറഞ്ഞ്. പിന്നെ പുറത്തിറങ്ങിയത് നല്ല ചൂടും നല്ല ദാഹം ഉണ്ടിന്. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ നമുക്ക് ഐസ്ക്രീം, ഫലൂദ അങ്ങനെയെല്ലാം കഴിക്കാം. പിന്നെ ഇതാ ബോബ, മാംഗോ മിൽക്കി, ഫലൂദ അങ്ങനെ എന്തെല്ലോ ഉണ്ടായിരുന്നു. അതെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കുടിച്ചപ്പോൾ തന്നെ വയറ് പിന്നെ ഓൾമോസ്റ്റ് എല്ലാം ഫുള്ളായി. അപ്പോൾ ഇതെല്ലായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും, ബൈ.